പശ്ചിമേഷ്യയിലെ ഗസയിലെ വെടിനിർത്തൽ കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നത് ലോകത്തെ ഏറ്റവും ആശ്വസിപ്പിക്കുന്ന വാർത്തയാണ്. എത്രയോ കാലമായി കുട്ടികളുടെയും അമ്മമാരുടെയും നിലവിളി കൊണ്ട് ഈ പശ്ചിമേഷ്യ തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നു. ഒലിവിലെ ചില്ലകൾ രക്തക്കറ പിടിച്ച നാളുകൾക്ക് അവസാനമാകുന്നു. ഒലിവിലെ ചില്ല സമാധാനത്തിൻ്റെ മുൻപിലേക്ക് മാറുന്നു. മാത്രമല്ല, ഇസ്രയേലിൻ്റെയും അതുപോലെ ഹമാസിൻ്റെയും ആകാശത്ത് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറക്കാൻ പോകുന്നു. കരാറിന് ഇസ്രയേൽ സമ്പൂർണ്ണ മന്ത്രിസഭ അംഗീകാരം നൽകി. 33 അംഗ സമ്പൂർണ്ണ മന്ത്രിസഭയിൽ 24 പേർ കരാറിനെ അനുകൂലിച്ചു എന്നാണ് വാർത്ത വരുന്നത്. കരാർ വ്യവസ്ഥകളിൽ അവസാന നിമിഷം ഹമാസ് ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ കരാറിന് അംഗീകാരം വൈകിപ്പിച്ചത്. എന്നാൽ ഇന്നലെ ചേർന്ന ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു. 33 അംഗ സമ്പൂർണ്ണ മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി കൈമാറി. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ന് പുലർച്ചെ സമ്പൂർണ്ണ മന്ത്രിസഭയിൽ 24 പേർ കരാറിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഇതോടെ വെടിനിർത്തൽ കരാറിന്റെ അനിശ്ചിതത്വം നീങ്ങി. നാളെ മുതൽ കരാർ പ്രാബല്യത്തിൽ വരും. 3 ഘട്ടമായാകും കരാർ നടപ്പാക്കുക. 6 ആഴ്ച നീളുന്ന വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ പലസ്തീനി തടവുകാർക്ക് പകരമായി 33 ബന്ദികളെ കൈമാറും. വിട്ടയക്കുന്ന 95 പലസ്തീനി തടവുകാരുടെയും 33 ഇസ്രായേലി ബന്ദികളുടെയും പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു. കരാറിന്റെ ഭാഗമായി മധ്യ ഗസയിൽ നിന്നും ഇസ്രായേൽ സേന പിന്മാറും. പലസ്തീനികൾക്ക് വടക്കൻ ഗസയിലെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനുള്ള അംഗീകാരവും നൽകും. ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാനുള്ള വ്യവസ്ഥയും ആദ്യഘട്ട കരാറിന്റെ ഭാഗമാണ്. 2ാം ഘട്ടത്തിന്റെ ചർച്ചകൾ ആദ്യഘട്ട വെടിനിർത്തലിന്റെ 16ാം ദിവസമാണ് ആരംഭിക്കുക. യുദ്ധത്തിന് പൂർണ്ണവിരാമമിടാനാണ് ആ ഘട്ടത്തിൽ ശ്രമിക്കുകയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇപ്പോൾ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ലോകത്തെ സന്തോഷത്തിലേക്ക് നയിച്ചിട്ടുള്ള ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മെറിൻ മേരി ചാക്കോ ചേരുകയാണ്. മെറിൻ മേരി ചാക്കോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ലോകത്തിന് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഗസയിലെ വെടിനിർത്തൽ കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. കരാർ ഇപ്പോൾ യാഥാർത്ഥ്യത്തിലായി. കരാർ സംബന്ധിച്ച എല്ലാ അനിശ്ചിതത്വവും ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ്. കാരണം ഇസ്രായേലിന്റെ സമ്പൂർണ്ണ മന്ത്രിസഭ ഈ ഒരു കരാറിന് അംഗീകാരം നൽകിയിരിക്കുന്നു. ബുധനാഴ്ച ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നെങ്കിലും കരാർ സംബന്ധിച്ച ഏറെ അനിശ്ചിതത്വമുണ്ടായിരുന്നു. കാരണം ഹമാസ് ഈ കരാറിന്റെ ചില വ്യവസ്ഥകളിൽ അവസാന മാറ്റം വരുത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് ഇസ്രായേൽ മന്ത്രിസഭ ഈ കരാറിന് അംഗീകാരം നൽകുന്നത് വൈകിപ്പിച്ചിരുന്നു. ഇന്നലെ 6 മണിക്കൂറോളം ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ സമ്പൂർണ്ണ ക്യാബിനറ്റ് ഈ ഒരു കരാറിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. നേരത്തെ സുരക്ഷാ ക്യാബിനറ്റ് ഇതിന് അംഗീകാരം നൽകിയ ശേഷം സമ്പൂർണ്ണ ക്യാബിനറ്റിന് വോട്ടെടുപ്പിനായി കൈമാറുകയായിരുന്നു. 33 അംഗ മന്ത്രിസഭയിൽ 24 പേർ ഈ ഒരു കരാറിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഇതോടെ ഗസയിൽ ഇപ്പോൾ സമാധാന പുലരി ഉണ്ടാവുകയാണ്. ഇത് സംബന്ധിച്ച് ബന്ദികളെ മോചിപ്പിക്കുന്നതും സംബന്ധിച്ച വ്യവസ്ഥകളെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു. ബന്ദികളുടെ മോചിപ്പിക്കുന്ന പട്ടിക ഇപ്പോൾ പുറത്തുവിട്ടു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് ബന്ധുക്കൾക്കും ഇപ്പോൾ വിവരം നൽകിയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇസ്രായേൽ ജയിലുകളിൽ നിന്നും മോചിപ്പിക്കുന്ന പലസ്തീൻ തടവുകാരുടെ 95 പലസ്തീൻ തടവുകാരെയാണ് മോചിപ്പിക്കുക. ഇത് സംബന്ധിച്ച ഇവരുടെ വിവരവും എല്ലാം തന്നെ പട്ടികയും ഇപ്പോൾ കൈമാറിക്കഴിഞ്ഞു. നേരത്തെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയതാണ് ഇസ്രായേൽ ജൂതന്മാരുടെ വിശുദ്ധ ദിനമാണ് സാബത്ത് ദിനം. ഈ സാബത്ത് ദിനത്തിന് മുമ്പ് തന്നെ ഈ ഒരു കരാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. ഇത് തന്നെ ഇപ്പോൾ ഇക്കാര്യത്തിൽ നെതന്യാഹു തന്നെ ഒരു സ്ഥിരീകരണം തന്നിരിക്കുകയാണ്. കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു. കരാറിന്റെ തടസ്സങ്ങൾ നീങ്ങിയതായി ഹമാസും അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ 15 മാസം നീണ്ട യുദ്ധത്തിനാണ് ഇപ്പോൾ വിരാമമാകുന്നത്. ഗസയിൽ സമാധാന പുലരി ഉണ്ടായിരിക്കുന്നു. 2023 ഒക്ടോബർ 7-നാണ് ഇത്തരത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നത്. 15 മാസങ്ങൾക്ക് ശേഷം ഗസയിൽ ഒരു സമാധാന പുലരി ഉണ്ടാകുന്നു. ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ ഒരു വാർത്ത ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. SKN. താങ്ക് യു മെറിൻ മേരി ചാക്കോ. എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്തയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം യഥാർത്ഥത്തിൽ ഈ പശ്ചിമേഷ്യയിൽ സമാധാനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു വിദൂര സ്വപ്നമാണ്. അപ്പോൾ ഈ ഒരു ഉടമ്പടി കൊണ്ട് എത്രമാത്രം സമാധാനം അവിടെ വരും, വെള്ളരി പ്രാവുകൾ എത്ര പറക്കുമെന്ന് നമുക്ക് അറിയില്ല. കാരണം എത്രയോ കാലമായി 1948 മുതൽ തന്നെ ചോര ചെന്തുന്ന സ്ഥലമാണ് ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ. അവിടെ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ ആത്മാർത്ഥമായ ആഗ്രഹം.